ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബി ജി എമ്മയുടെ ലാഗ് ഫിക്സിൻ്റെ ഒരു വീഡിയോ ആണ്. സോ ബി ജി എമ്മിൽ എല്ലാവരും 90% പ്ലേയേഴ്സും നേരിടുന്ന ഒരു പ്രശ്നമാണ് ലാഗ് ഫിക്സ്. അപ്പം ലാഗ് ഭയങ്കര പ്രശ്നമാണ്. നമ്മുടെ ഗെയിമിൽ ലാഗ് കാരണം മര്യാദയ്ക്ക് ഇനിമീസിനോട് ഫൈറ്റ് ചെയ്യാൻ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ലാഗിനെ ഫിക്സ് ചെയ്യാം? ഫുള്ളി ഫിക്സ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 50% നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് പറയാൻ പോകുന്നത് ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നിങ്ങളിത് നോക്കിയും കണ്ട് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ ഈ പറഞ്ഞ ട്രിക്സ് വീക്ക്ലി ഒന്നോ രണ്ടോ വെച്ച് ചെയ്യുക. നിങ്ങൾ ഡിവൈസിൻ്റെ അനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. ഒന്നിൽ കൂടുതൽ രണ്ട് തവണ കൂടി ചെയ്യേണ്ട. ഒരു വീക്കിൽ ഒന്നോ രണ്ടോ വെച്ച് ചെയ്യുക. പിന്നെ ഡിവൈസ് അതുപോലെ ഷോപ്പാണെങ്കിൽ മാത്രമേ മൂന്നും നാലിലൂടെയൊക്കെ പോകാവുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ ട്രിക്സ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അടുത്ത അപ്ഡേറ്റ് 4.4 ആണ്. അത്യാവശ്യം വലിയൊരു അപ്ഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ട്രിക്സ് ഒക്കെ നോക്കി വെച്ചോളാം. അതുപോലെ നിങ്ങളെ പോലെ ലാഗ് അനുഭവിക്കുന്ന ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ കുറച്ചാൾ ഡീആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു തരാൻ പോകുന്നത് ഗെയിമിൽ ചെയ്യേണ്ട കുറച്ച് സെറ്റിങ്സ് ആണ്. അപ്പോൾ ഗെയിമിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുക, നിങ്ങളുടെ ഗെയിമിൽ ലാഗ് കുറയും. ഫസ്റ്റ് തന്നെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയ ശേഷം നിങ്ങൾ ഗ്രാഫിക്സ് സെറ്റിങ്സിൽ ഈ ഒരു ബേസിക് ഓപ്ഷനാണ് ഇത് ചെയ്യുക. എന്ന് പറയുമ്പോൾ ഗ്രാഫിക്സിൽ പോയിട്ട് നിങ്ങൾ ഗ്രാഫിക്സിൽ ഏറ്റവും കുറവ് കിട്ടുന്ന എടുക്കുക. സൂപ്പർ സ്മൂത്ത് ആണ് എല്ലാ ഫോണും കാണും. അപ്പോൾ സൂപ്പർ സ്മൂത്ത് ഇടുക. അതുതന്നെ ഫ്രെയിം റേറ്റ് അത് നിങ്ങൾ ഏറ്റവും കൂട്ടിയിടുക. നിങ്ങൾക്ക് എത്ര കിട്ടുമോ അത്രയും ഇടുക. ഇപ്പോൾ എനിക്ക് എക്സ്ട്രീമേ എടുത്തുള്ളൂ. ചില ഫോണിലാണെങ്കിൽ 90 കിട്ടും, 120 കിട്ടും. ചില ഫോണിലെങ്കിൽ ഇതിനെ കുറയും, അൾട്രാ ഹൈ ഒക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എത്ര കിട്ടുമോ അത്രയും ഇടുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലാഗ് ഒത്തിരി കൂടും. നമ്മൾ FPS കൂടും, എന്നാലേ നമുക്ക് നല്ലതായിട്ട് കളിക്കാൻ പറ്റും. ഓക്കെ, ഇനി അഡ്വാൻസ് ഗ്രാഫിക്സ് സെറ്റിങ്സ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ആൻറ്റി അനലൈസിങ് ഇതൊക്കെ ഡിസേബിൾ ചെയ്തിടുക. പവർ സേവിങ് സെറ്റിങ്സ് ഒക്കെ ഡിസേബിൾ ചെയ്തിടുക. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഈ ലോബി ഗ്രാഫിക്സ് എൻചാൻമെൻറ്റ്സ് ഇതെന്തായാലും ഓഫ് ചെയ്തിടുക. ഭയങ്കര ലാഗ്, ലോബി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ലാഗ് അടിക്കാനും തുടങ്ങും. അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ലോബിയുടെ സെറ്റിങ്സ് ഉണ്ട്. ലോബിക്ക് വേറെ സെറ്റിങ്സ് ആണ്. ഇപ്പോൾ ലോബിക്ക് നിങ്ങൾ ഇതുപോലെ എങ്ങനെയാണുള്ള ഇടാം. ഓക്കെ, ഇതാണ് കോമ്പാക്റ്റിംഗ് സെറ്റിങ്സ്. ഒക്കെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയുള്ളൂ. ഇനി നമുക്ക് അടുത്തൊരു ഇതാണ്, കുറച്ച് പുതിയ പ്ലേസിന് അറിയത്തില്ല. പഴയ പ്ലേസിന് അറിയാം. ഇത് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഹൈലൈറ്റ് മൂവ്മെൻറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓഫ് ചെയ്തിടുന്ന ഇവിടെയാണ്. അഡ്വാൻസ് കൺട്രോളിൽ ഏറ്റവും താഴെ ഇതെല്ലാം ഓഫ് ചെയ്തിടുക. ഇത് നമ്മുടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പുറകിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഡൗൺലോഡ് ആവും. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് ഡൗൺലോഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം ലാഗാവും. ഓക്കെ, ഇനി അടുത്ത ഡൗൺലോഡ്സ് ആണ്. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓരോന്ന് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാം. നമ്മുടെ ഫോണിൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ നമുക്ക് വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ഡൗൺലോഡ് ആയി കിടപ്പുണ്ടായിരിക്കും. അതൊക്കെ കളയുക. ഓക്കെ, അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പം മാക്സിമം ലോൺ ഡിവിസാരൊക്കെ നമ്മൾ ഫുള്ള് കളയുന്നതൊക്കെ ഏറ്റവും നല്ലത്. ഇനിയും കുറച്ചൊരു മിഡ് റേഞ്ച് റിവ്യൂസ് ആണെങ്കിൽ നിങ്ങൾ കളയുക. ഓക്കെ, ഒരു മന്ത്ലി ഒന്ന് കളയുക. അത് തന്നെ ലോ ഇൻഡ് റിവ്യൂസ് ആണെങ്കിൽ വീക്കിലി ഒന്ന് കളയുക. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാഗ് ഒത്തിരി കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീരിയസ് ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫോണിൻ്റെ കുറച്ച് സെറ്റിങ്സിലുള്ള കുറച്ച് മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കണം. അതിന് നിങ്ങൾ ബിൽഡ് നമ്പേഴ്സ് എവിടെ ആണോ അത് നിങ്ങൾ തപ്പി പിടിക്കും. ഓരോ ഫോൺ ഓരോ തരത്താണ് ബിൽഡ് നമ്പേഴ്സ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെയാണ് ബിൽഡ് നമ്പേഴ്സ്. ബിൽഡ് നമ്പേഴ്സിൽ പോയി നിങ്ങൾ 5 തവണ ഞെക്കുമ്പോൾ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആവും. അപ്പോൾ എൻ്റെ ഡെവലപ്പർ ഓൺ ആണ്, അതുകൊണ്ട് എനിക്ക് ഓൺ ആക്കേണ്ട കാര്യമില്ല. ഓക്കെ, സെറ്റിങ്സിൽ പോയി നിങ്ങൾ കാണാൻ സാധിക്കും ഡെവലപ്പർ ഓപ്ഷൻ ഞെക്ക് എടുക്കുക. ഓക്കെ, എവിടെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് എടുക്കുക. ഏകദേശം താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴോട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഗ്രാഫിക്സ് ഡ്രൈവ് പെർഫോമൻസ് ആണ്. ഈ ഗ്രാഫിക്സ് ഡ്രൈവ് പെർഫോമൻസിൽ പോയിട്ട് BGMI സെലക്ട് ചെയ്യണം. ഓക്കെ, BGMI സെലക്ട് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റം ഗ്രാഫിക്സിലും അതുപോലെ ഡിഫോൾട്ട് ഇട്ടിട്ട് കളിച്ച് നോക്കുക. ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റണ്ട. ഓക്കെ, ഇനിയും അല്ല, ഡിഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ മാറ്റാം. ഓക്കെ, ഡിഫോൾട്ടായിട്ടോ വലിയ മാറ്റമൊന്നുമില്ല. രണ്ടും ഇട്ട് സെയിം ആയിട്ട് തോന്നുമെങ്കിൽ മാറ്റിക്കും. ബട്ട് നിങ്ങൾക്ക് ഡിഫറൻസ് തോന്നുന്നുണ്ടെങ്കിൽ സിസ്റ്റം ഗ്രാഫിക്സ് ആയിട്ട് കളിച്ചോളുക. എനിക്കൊരു ഡിഫറൻസ് തോന്നി, അതുകൊണ്ടാണ് സിസ്റ്റം ഗ്രാഫിക്സ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, കുറേ പേര് നല്ലൊരു എഫക്റ്റ് പറഞ്ഞൊരു സാധനമാണ് അത്. ഓക്കെ, പിന്നെ നിങ്ങൾ താഴോട്ട് പോകുമ്പോൾ താഴോട്ട് നമുക്ക് ആനിമേഷൻ സ്കെയിൽസ് എന്ന് കാണാം. വിൻഡോ ആനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ ആനിമേഷൻ സ്കെയിൽ, അങ്ങനെ പല ആനിമേഷൻ സ്കെയിൽസ് ആണ്. ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ലോ ഇൻഡ് ഡിവിസാർ ഓഫ് ചെയ്തിടുക. ഓക്കെ, മിഡ് റേഞ്ച് ഞങ്ങൾക്ക് കുഴപ്പമില്ല, ലോ ഇൻഡ് ഡിവിസാരൊക്കെ ഇതൊക്കെ ഓഫ് ചെയ്തിടുക. ഓക്കെ, ഇത് മൂന്ന് നിങ്ങൾ ഓഫ് ചെയ്തിടുക. ഓക്കെ, അടുത്താണ് ഫോഴ്സ് 4 4x മാസം എന്ന് പറഞ്ഞാൽ ഈ സാധനം ലോ ഇൻഡ് ഡിവിസാർ വേണം ഓണാക്കിയിട്ടു. ഒരു നല്ല എഫക്റ്റ് തോന്നിയിട്ടുണ്ട് കളിപ്പം. ഞാൻ ലോ ഇൻഡ് ഡിവിസ് കളിച്ച സമയത്ത് എനിക്ക് ഓഫ് ആക്കിയിട്ട് നല്ലൊരു എഫക്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗെയിം പ്ലേ കുറച്ച് സ്മൂത്ത് ആയിട്ടും സ്റ്റെബിലൈസ് ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് കളിക്കുക. അത് തന്നെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് ഇത് നിങ്ങൾ സ്റ്റാൻഡ് ലിമിറ്റ് ഇടുന്നവർക്കിടാം. ബട്ട് ഒരു ലോ ഇൻ്റെ ഡിവൈസ് ആൻഡ് ഒരു ഞങ്ങളുടെ ഫോൺ ഭയങ്കര ലാഗ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രോസസ് 2 ആണ്. നമ്മുടെ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷൻസ് കിടപ്പുണ്ടെങ്കിൽ
ഫോർ എക്സാമ്പിൾ സ്പോട്ടിഫൈ ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ പാട്ടൊക്കെ ഇടുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കിടക്കും. അപ്പം ഈ പാട്ടും പുറകെ വർക്ക് ചെയ്യും. ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ ഫോണിന് 2 പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ലോ ഡിവൈസ് ഒക്കെ താങ്ങത്തില്ല. ബട്ട് ഒരു മിഡ് റേഞ്ച് ഒരു ഹൈ എൻഡ് അടുത്തൊരു ഡിവൈസ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് സ്റ്റാൻഡ് ലിമിറ്റ് ഇട്ട് കളിക്കാം. ബട്ട് നിങ്ങൾ ഫോൺ ഒരു ലോ മിഡിന് അത്ര മിഡല്ല, ഒരു ലോ എൻഡ് ആണെങ്കിൽ നിങ്ങൾക്കിത് 1 2 3 ആക്കി ഇടാം. നിങ്ങൾ പല രീതി ഇട്ട് കളിച്ച് നോക്കുക. നിങ്ങൾക്ക് എത്ര ആപ്ലിക്കേഷൻസ് ആണ് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യേണ്ടത് അത്രയും നിങ്ങൾ ഇടാം. ഓക്കെ. അപ്പോൾ ചിലർ പല VPN-ഒക്കെ അങ്ങനെ പല രീതിയിൽ കളിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഏതാണോ നിങ്ങൾക്ക് പറ്റിയത് അത് നോക്കിയിട്ടിടുക. ഓക്കെ. ഞാൻ റെക്കമെൻഡ് ചെയ്യുക പ്രോസസ് 2 ആണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ഈ ഡെവലപ്പർ ഓപ്ഷന് ചെയ്യാനുള്ള കാര്യങ്ങൾ. നിങ്ങൾ നേരെ സെർച്ച് ബട്ടൺ എടുക്കുക. സെർച്ച് ബട്ടൺ എടുത്ത ശേഷം വൈഫൈ പോയിട്ട് വൈഫൈ സ്കാനിങ് ആണ്, ഇത് ഡിസേബിൾ ചെയ്തതാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഗെയിം കളിക്കുന്നിടത്ത് അഥവാ നമ്മുടെ വൈഫൈ ഓണായി കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ വൈഫൈ എന്ത് ചെയ്യുന്നറിയോ, വേറെ വൈഫൈകൾ സ്കാൻ ചെയ്തൊരു ശ്രമം നടത്തും അടുത്തുള്ളത്. അപ്പോൾ അങ്ങ് സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിന് വീണ്ടും ഒരു ടാസ്ക് കൂടുതൽ കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണ് ലാഗടിക്കാൻ നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈഫൈ സ്കാനിങ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്തിടുക. ഇതുപോലെ തന്നെയാണ് ബ്ലൂടൂത്ത് സ്കാനിങ് നിങ്ങൾ എന്ത് ചെയ്യണം, ഓഫ് ചെയ്തിടുക. ഓക്കെ. ബ്ലൂടൂത്ത് സ്കാനിങ് ആക്കിയിട്ട് നിങ്ങൾ ഇത് ഓഫ് ചെയ്തിടുക. ഓക്കെ. നിങ്ങളിത് സെർച്ച് ബട്ടൺ ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് സ്കാനിങ് ഒക്കെ കിട്ടും. ഇത് ഓഫ് ചെയ്തിടുക. ഓക്കെ. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്ന ആപ്ലിക്കേഷൻസ് ആണ് സീറോ ക്ലീനർ, ആപ്പ് കില്ലർ. ഈ 2 ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പം ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞുതരാം. സീറോ ക്ലീനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിൽ നമ്മുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും സ്റ്റോപ്പ് ചെയ്ത് തരും. ഫോർ എക്സാമ്പിൾ അനലൈസ് ഞെക്കി ജസ്റ്റ് ഒന്ന് ഇതുണ്ട്, ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ക്ലീൻ ചെയ്ത് തരും. സ്റ്റാർട്ട് ആക്കി കഴിഞ്ഞാൽ കണ്ടോ, കണ്ടിന്യൂ ജസ്റ്റ് ഒന്ന് സെറ്റിങ്സ് പോയിട്ട് ഇത് ഓൺ ആക്കി കൊടുക്കണം. ഓക്കെ. കുറച്ച് കണ്ടിന്യൂ നിൽക്കുക. നിങ്ങൾക്ക് സീറോ കളർ പോയിട്ട് ഇത് ഓൺ ആക്കി കൊടുക്കുക. ഓക്കെ. ഡൺ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ഓട്ടോമാറ്റിക്കലി ഇതാണ് ക്യാഷ് എല്ലാത്തിനും ക്ലിയർ ചെയ്യും. കൊണ്ട് ഓട്ടോമാറ്റിക്കലി ക്യാഷ് ക്ലിയർ ചെയ്യും. ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ വർക്കായി പോകും. നിങ്ങൾ എത്ര ഉണ്ടോ അത്രയും ആപ്ലിക്കേഷൻസ് തന്നെ ചെയ്യും. ഇതൊന്ന് വീക്കിലി ഒന്ന് ചെയ്താൽ മതി. വീക്കിലി ഒന്ന് ചെയ്ത് വിട്ടാൽ മതി. ക്യാഷ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. എല്ലാ ഫോണും ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അത് ക്യാഷ് നമ്മൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് ഓട്ടോമാറ്റിക്കലി തന്നെ ആപ്പ് തിരഞ്ഞെടുത്തിട്ട് ക്യാഷ് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യണ്ട. ഓക്കെ. നമുക്ക് എടുത്ത് വരാം. അടുത്താണ് ആപ്പ് കില്ലർ. ഓക്കെ. ആപ്പ് കില്ലർ എടുത്ത് ഇതിൻ്റെ ഇത് ആപ്ലിക്കേഷൻസ് എല്ലാം ഇതിൻ്റെ ഇതേപോലെ തന്നെയാണ് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് തരും. ഓക്കെ. ഫോഴ്സ് സ്റ്റോപ്പ്. അപ്പം ഇത് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതുപോലെ തന്നെ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ആയിക്കോളും. ജസ്റ്റ് എല്ലാ ആപ്ലിക്കേഷൻസിനും ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്ത് ഇവർ നല്ല വൃത്തിയാക്കി തരും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ലാഗ് ഇത്തിരി കുറഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പ്രശ്നം വെച്ചാൽ ഇപ്പം കണ്ടില്ല, ആഡുണ്ട്, നല്ല ആഡുണ്ട്. സോ ഒരു തവണ ചെയ്തിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ആഡുണ്ട്. സോ ആഡിച്ച സഹിക്കുക. ഇത് 2 സൂപ്പർ ആപ്ലിക്കേഷൻസ് ആണ്, ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പം ഇത് ചെയ്ത് നമ്മുടെ ഫോൺ ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ. ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ലാഗിനെ കുറിച്ച്. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ലാഗ് ഒരു 50% ലാഗ് കുറയും. പിന്നെ ലാഗ് കുറത്ത ഡിവൈസുകളാണെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇതിനെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടൊരു വീഡിയോ ചെയ്യാം. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ നിങ്ങളുടെ ലാഗ് അടിക്കുന്ന ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ കുറച്ച് ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് തന്നെ വ്യൂസൊക്കെ കാണാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെല്ലാം എന്നെ സഹായിക്കുക. അപ്പം അടുത്തിടെ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.